ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ആദ്യമേ തന്നെ ചക്കക്കുരു പിടിച്ചുകൊണ്ട് എന്താണെന്ന് വിചാരിക്കേണ്ട. ഇത്രയും ചക്കക്കുരുവിൻ്റെ ചക്ക വച്ച് ഉണ്ടാക്കിയ കുമ്പിളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ 2 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കയെ. പിന്നെ 1 കപ്പ് നിറച്ചും ചിരണ്ടിയ തേങ്ങ, 1.5 കപ്പ് വറുത്ത അരിപ്പൊടി, 1.25 കപ്പ് ശർക്കരപ്പാനി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കുറുകിയ പരുവത്തിലുള്ള ശർക്കരപ്പാനി, കുറച്ച് ഏലക്കയും കുറച്ച് ജീരകവും പൊടിക്കാനിട്ടുള്ളതാണ്. മെയിൻ സാധനം നമ്മുടെ വഴനയില അല്ലെങ്കിൽ കുമ്പിളിൻ്റെ ഇല എന്ന് പറയും. അപ്പം അത്രയും സാധനങ്ങളാണ് നമ്മുടെ കുമ്പിളുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനിയും ഒരു വലിയ ബൗളിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയെ മൊത്തത്തോടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് നിറച്ചും ചിരണ്ടിയ തേങ്ങ അതും ഇടാം. 1.5 കപ്പ് വറുത്ത പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതുമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് ചക്ക ഒട്ടും മയമില്ല. അത് എത്ര ഈ ഞെരടിയിട്ടും അത് മിക്സ് ആവുന്നില്ല. അതിന് മുമ്പായിട്ട് ഞാൻ കാർഡമവും ജീരകവും കൂടെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചുകൊണ്ട് വന്നതാണ്. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. ആദ്യമേ അമ്മ നല്ല വഴിക്ക് പറഞ്ഞതാ ഒന്ന് മിക്സി ചതച്ചുകൊണ്ട് വരാൻ. അന്നേരം നമ്മുടെ തൻ്റെ ഇടത്തിന് നോക്കിയതാണത്. പണി പാളി. ഇനിയും അമ്മ പറഞ്ഞതനുസരിച്ചു അതിനെ എടുത്ത് മിക്സിക്കകത്ത് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് പരുവത്തിലായത്. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ച് ഇളക്കുകയാണ്. നന്നായിട്ട് സോഫ്റ്റ് പരുവത്തിലായി. അതിനൊരു പരുവമുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല മയത്തിലുള്ള പരുവമായതിന് ശേഷം ശർക്കര ഒഴിച്ചത് നിർത്തുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണേ. പക്ഷേ എനിക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് സംഭവം റെഡിയാക്കേണ്ടത് കൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അപ്പം ആവശ്യത്തിന് ശർക്കര ഒഴിക്കാം. എനിക്ക് 1 കപ്പോളം ശർക്കരപ്പാനി മാത്രമേ ആവശ്യം വന്നുള്ളേ. ബാക്കി ശർക്കര ഞാൻ അവസാനം കാണിക്കാം. മിച്ചം വന്നത് അതിൻ്റെ ഇടയ്ക്ക് വാവച്ചൻ വന്നിട്ട് നുള്ളി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ ഈ പരുവത്തി കഴിക്കാൻ നല്ല രസമാണ്. എൻ്റെ കുഞ്ഞാൻ്റിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഈ പരുവത്തി മാവ് തട്ടിക്കൊണ്ട് പോകുന്ന ഏറ്റവും ഇഷ്ടം. ഇനിയും വഴനയിലയെ ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടിയിട്ട് കുറച്ച് മാവ് അതിലേക്ക് വെച്ച് ഇങ്ങനെ അതിനെ ലോക്ക് ചെയ്യാം. അതായത് അതിൻ്റെ ആ ഞെട്ട് ഭാഗം കൊണ്ട് ലോക്ക് ചെയ്യുക. അപ്പം സത്യം പറഞ്ഞാൽ വഴനയില തീർന്നു. അതായത് കുമ്പിളില ആകപ്പാടെ കിട്ടിയത് ഒരു 5-8 എണ്ണം മാത്രമാണ്. ഇനിയും എന്നാ ചെയ്യാനാ, വാഴയില എടുക്കുക, വാഴയിലയിലേക്ക് പരത്തുക. രണ്ടിനും ഒരേ ഫ്ലേവർ വരും. അപ്പം അതായത് വഴനയിലയുടെയും കൂടെ ഒരു ഫ്ലേവർ ഈ അടയ്ക്കും വരും. അപ്പം ഇങ്ങനെ കുറച്ച് നൈസായിട്ട് പരത്തണേ. അപ്പം ആദ്യമേ ഇങ്ങനെ പരത്തി വരുമ്പോഴത്തേക്കിന് ഒക്കായിക വരും. ഇങ്ങനെ അത് ഫോൾഡ് ചെയ്യണം കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. അതായത് 3 വരുന്ന പോലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പരത്തുമ്പം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ. അതിങ്ങനെ ആ കയ്യിൽ തന്നെ ഒട്ടി മാവ് പുറകോട്ടിങ്ങനെ പോരുന്നതായിട്ട് വരുമായിരുന്നു. അപ്പം അമ്മയുടെ ഐഡിയ, അതായത് പഴയ ആൾക്കാരുടെ ഐഡിയയാണ് ഇത്. വെള്ളത്തിലൊന്ന് അതായത് ആ ഫിംഗേഴ്സിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ അടയുടെ മേളിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ മതി. അന്നേരം നല്ല ഭംഗിക്ക് നൈസായിട്ട് പരത്തി ഇതുപോലെ കിട്ടുവേ. ഞാൻ ഒന്നുകൂടെ അത് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് മാവെടുക്കുക, ഇലയിലേക്ക് വെക്കുക, പരത്തി വരുമ്പം ഇച്ചിരി വെള്ളത്തിലൊന്ന് ഫിംഗേഴ്സ് ടച്ച് ചെയ്യുക, വീണ്ടും ഇങ്ങനെ പരത്തുക. നല്ല നൈസായിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് പരത്തി തീരും കേട്ടോ. അപ്പോൾ ഈ ഐഡിയ ഒന്ന് ഫോളോ ചെയ്തോളുക. അങ്ങനെ മൊത്തം എനിക്ക് തോന്നുന്നൊരു 3-4 അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുമ്പിളും അടയും പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങുന്ന പരിപാടിയാണ്. അപ്പച്ചെമ്പിൽ നല്ല ആവി വന്നതിന് ശേഷം ഇതെല്ലാം വെച്ച് നന്നായി പുഴുങ്ങിയെടുക്കുക. ഒരു 30 മിനിറ്റോളം വന്നു. അത് കഴിഞ്ഞ് അമ്മ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചു. സംഭവം റെഡി. അടിപൊളിയാണ്. ഈ ചക്ക ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചക്ക കിട്ടുമ്പം ഒരു സ്വല്പമാണെങ്കിൽ പോലും കുമ്പിളോ അടയോ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി കുക്കിമോൻ്റെ റിവ്യൂ കേൾക്കാം. നല്ല ചക്ക കുമ്പിളാട്ടോ. നിങ്ങളും ട്രൈ ചെയ്യണം. മറക്കല്ലേ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നല്ല സാധനം കേട്ടോ. ഇതൊക്കെ സോഫ്റ്റ് പോലെ പട്ട് പോലെ ഇരിക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്യണേ. നമുക്കിനി അടയോടെ നോക്കാം. നല്ല ചൂടാണ്. നമുക്ക് ഊരി കഴിക്കാം. അടയും സൂപ്പറാണ്. രണ്ടിനും ഒരേ ടേസ്റ്റ് പോലെ തന്നെ. നിങ്ങളും ട്രൈ ചെയ്യണം. ബൈ.